ഡോക്ടർ യൂഹനോൻ മാർ ദിയോസ്കോറസ് മെത്രാപ്പോലിത്ത തിരുമേനി, ഈ വേദിയിലുള്ള അഭിമന്യ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലിത്ത തിരുമേനി, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവറുകൾ, ഏറെ പ്രിയങ്കരനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, ഇവിടെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ ഡോക്ടർ സജി അമ്മയിൽ, പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ചു പോയ അഡ്വക്കേറ്റ് റെജി സക്കറിയ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ പരിപാടികളെല്ലാം ഇവിടെ മനോഹരമായി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പുതുപ്പള്ളി പള്ളിയുടെ വികാരി റവറൻഡ് ഡോക്ടർ വർഗീസ്, മറ്റ് ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോട്ടയം ഭദ്രാസന ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ അഭിമന്യ പിതാവിൻ്റെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ഈ ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരന്മാർ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും വളരെ ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. 1876 മുളന്തുരുത്തി പള്ളിയോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രൂപീകരിച്ച 7 ഭദ്രാസനങ്ങളിൽ ഒന്നാണ് കോട്ടയം ഭദ്രാസനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സഭയുടെ കേന്ദ്രമായ തലസ്ഥാനമായ കോട്ടയത്തെ ഭദ്രാസനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ ഭദ്രാസനത്തിന് ഓർത്തഡോക്സ് സഭയിൽ പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഭദ്രാസനത്തിന് കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിമന്യ പിതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മുഖമുദ്രയാണ്. അഭിമന്യ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. എൻ്റെ നാട് സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത തിരുമേനിയായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അവിടെ അദ്ദേഹം ആരംഭിച്ച ഇപ്ര എന്നുള്ള പേരിലുള്ള സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ പേരുകൾ പ്രതീക്ഷ, പ്രസാദം, പ്രസന്നം, പ്രതിഭ തുടങ്ങിയ 10ഓളം സംരംഭങ്ങളാണ്. വിവിധ തലങ്ങളിൽ സഹായം ആവശ്യമുള്ള, വളരെ സമൂഹത്തിൽ താഴെ തലത്തിൽ നിൽക്കുന്ന, സഹായം അർഹിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, അത് ജാതിമത വ്യത്യാസങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മൾ സഹോദരങ്ങളെപ്പോലെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ള ആ വലിയ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് ഒട്ടേറെ കാര്യങ്ങൾ, അതിന് പ്രത്യേകിച്ച് വലിയ പബ്ലിസിറ്റി ഒന്നും കൂടാതെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റാരും അറിയേണ്ടത് പോലുമില്ല എന്നുള്ള നിലയിൽ ആ പ്രവർത്തനങ്ങൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഭ ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഡൽഹിയിൽ വന്ന് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് വന്നു. അതേക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. സംസാരമധ്യേ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ സമഗ്ര വികസനം എന്നൊക്കെ പറയുമ്പോൾ പ്രാഥമിക സൗകര്യങ്ങളുള്ളൊരു വീട്, ഒരു ഭവനം എന്നുള്ളത് ആണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നല്ല പ്രാഥമിക സൗകര്യമുള്ള ഒരു വീടുണ്ടാകുക, ഒരു ഭവനമുണ്ടാവുക എന്നുള്ളത്. പക്ഷെ അതില്ലാത്ത എത്രയോ പതിനായിരങ്ങളാണ് ഇന്നും നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ പോലും ഉള്ളത് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഗവൺമെൻറ് ഏജൻസികളൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതുകൊണ്ടൊന്നും അത് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാവുകയുമില്ല. അവിടെയൊക്കെ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം
ഏതെങ്കിലും ഒരു സഭ എന്നുള്ള നിലയിലല്ല, എല്ലാവരും ആ ഒരു സഹായം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നാൽ വലിയ മാറ്റം തീർച്ചയായിട്ടും ആ ഒരു രംഗത്ത് നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും. ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ രംഗത്തും മാതൃ ശുശ്രൂഷ രംഗത്തും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൽ ഓർത്തഡോക്സ് സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. അപ്പം അങ്ങനെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള വളർച്ചയോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള വളർച്ച കൊണ്ട് മാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നേടി എന്ന് പറയാനായിട്ട് കഴിയില്ല. ആത്മീയമായിട്ടുള്ള വളർച്ചയും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അതാണ് ഏറ്റവും പരമപ്രധാനം. അതോടൊപ്പം മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ ഒന്നാകെ, അതിൻ്റെ മുൻപന്തിയിൽ തന്നെ സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്ന കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയം ഭദ്രാസനം ഇന്ന് അഭിമന്യ ഡിയസ്കോറസ് പിതാവിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പിതാവുമായി സംസാരിക്കാൻ കിട്ടുന്നൊരവസരം വലിയ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യവും എല്ലാം. എന്നാൽ അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പിതാവുമായി പോവുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ്, വലിയ പ്രചോദനമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പിതാവ് പറഞ്ഞല്ലോ, നീതിക്ക് വേണ്ടി നിലകൊള്ളുക തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നീതിയുടെ നേരെ കണ്ണടയ്ക്കുക, നീതി ലഭിക്കുവാൻ, നീതി ലഭിക്കാത്തവർക്ക് അത് ഉറപ്പാക്കുവാൻ, അത് നേടിക്കൊടുക്കുവാനുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ നിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ഭദ്രാസന ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, ഒരു വിലയിരുത്തൽ, ഒരു റിവ്യൂ തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വരുന്ന ഒരു വർഷക്കാലം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക, ഒരു മുൻഗണനാക്രമത്തിൽ. അതാണ് പിതാവ് സൂചിപ്പിച്ചത്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങ് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇവിടെ ഇന്ന് 3 പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഡയാലിസിസ് കിറ്റിൻ്റെ വിതരണ പദ്ധതി, ഗീവറീസ് മാർ ഇവാനിയോസ് മെമ്മോറിയൽ ഡയാലിസിസ് കിറ്റ് വിതരണ പദ്ധതി, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിയൻ ബാവ മെമ്മോറിയൽ ക്യാൻസർ ചികിത്സാ പദ്ധതി, അതുപോലെ തന്നെ ചീരഞ്ചിറ ഫാദർ ടി സി ജേക്കബ് മെമ്മോറിയൽ ഹോളിസ്റ്റിക് ഹെൽത്ത് ഹബ് ഉദ്ഘാടനം. അതിൽ ആദ്യത്തേതിൻ്റെ ഒരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഡയാലിസിസ് കിറ്റ് വിതരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ സഭയുടെ നേതൃത്വത്തിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ആ പ്രസ്ഥാനത്തിൽ പോയിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൊറപ്പിസ്കോപ്പ അച്ഛൻ ഇവിടെ ഉണ്ട്. ആ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. എത്രയോ രോഗികളാണ്. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഇത്രയേറെ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരാഴ്ചയിൽ 2ഉം 3ഉം ഒക്കെ ഡയാലിസിസ് വേണ്ടി വരുന്ന വളരെ നിർധനരായ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. അവർക്ക് ഈ കിറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഈ ഭദ്രാസന ദിനത്തോടനുബന്ധിച്ച് ഇവിടെ തുടക്കം കുറിക്കുന്നു. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷം, ദുഃഖമുണ്ട്. ആ രോഗാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും വലിയ ആശ്വാസം പകരുന്ന ഒരു കർമ്മമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി അഭിമന്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി ആ ചടങ്ങ് വളരെ വിനയപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. അതിലൂടെ
നമ്മുടെ ഈ ഡയാലിസിസിന് വിധേയരാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞു നിൽക്കുന്ന ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി സംഘാടകരോടും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വർഗീസ് അച്ഛൻ അച്ഛനോടും സംഘാടക സമിതിയോടുമുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.